എല്ലാവർക്കും നമസ്തേ. കഴിഞ്ഞ ദിവസം പന്തളം മങ്ങാരത്ത് ഒരു ഗവൺമെൻറ് യു.പി. സ്കൂളിൻ്റെ പുതുക്കിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നടന്നു. ആ സ്കൂള് നാടിന് സമർപ്പിച്ച ചടങ്ങ് നടന്നു. നമ്മുടെ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് ഷംസുദ്ദീനാണ് അത് നാടിന് സമർപ്പിച്ചത്. 1 കോടി രൂപ മുടക്കി നിർമ്മിച്ച കെട്ടിടം. ഇത് കാണുമ്പോഴാണ് നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് എത്രമാത്രം പൈസയാണ് ദുരുപയോഗം ചെയ്യുന്നത്, വൃഥാ ചെലവാക്കുന്നത്, ചിലർ അടിച്ചു മാറ്റുന്നത് എന്നുള്ളതാണ് ഓർമ്മ വരുന്നത്. ഇത് പറയാൻ കാരണം ഈ സ്കൂളിനെ കുറിച്ച് ഞാൻ ആദ്യം ഒന്ന് പറയാം. 19 വർഷം മുമ്പ് തുടങ്ങി വെച്ച സ്കൂളാണ് ഈ മങ്ങാരം ഗവൺമെൻറ് UPS. അതിനൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഇവിടെ ഈ സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു സ്വകാര്യ സ്കൂൾ ഉണ്ടായിരുന്നു, ചക്കരക്കുട്ടി മുതലാളി നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹം അത് നിർത്താൻ തീരുമാനിച്ചപ്പോൾ അവിടെ ജോലി ചെയ്യുന്നവരുടെ ജോലി നഷ്ടമാകും എന്നുള്ള ഒരു അവസ്ഥ വന്നു. അങ്ങനെ ഇരിക്കെ മങ്ങാരം കരയോഗം, അവിടെ ആ കരയോഗത്തിൽപ്പെട്ട 1-2 പേര് അവിടെ അധ്യാപകരായിട്ടുണ്ടായിരുന്നു. അവരുടെ ജോലി നഷ്ടമാകും എന്ന് വന്നപ്പോൾ കരയോഗം എന്ത് ചെയ്തു? കരയോഗത്തിൻ്റെ കെട്ടിടവും സ്ഥലവും സ്കൂളിനായിട്ട് കൊടുത്തു. അങ്ങനെ ഗവൺമെൻറ് സ്കൂൾ തുടങ്ങിയതാണ്. അന്ന് തൊട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്കൂള് ഇടയ്ക്ക് അത് നമ്മൾ പറയില്ല, എല്ലാത്തിനും ഒരു കയറ്റവും ഇറക്കമുണ്ട്. ഇടക്കാലത്ത് അതൊരു മങ്ങൽ സംഭവിച്ചിരുന്നു ഈ അടുത്ത സമയത്ത്. അതിൽ നിന്ന് ചെറുക കരയേറി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞത്. ഈ കെട്ടിടം നിൽക്കുന്നിടത്ത് ഇപ്പോൾ പണിഞ്ഞടുത്ത് വേറൊരു കെട്ടിടം ഉണ്ടായിരുന്നു. ആ കെട്ടിടം നമ്മുടെ പന്തളം മുനിസിപ്പാലിറ്റി 2015-20 മുതൽ ആ കാലയളവിലും അത് കഴിഞ്ഞ് 23 വരെയുള്ള വർഷങ്ങളിൽ ഇത് പുതുക്കി പണിഞ്ഞ കെട്ടിടം പൊളിച്ചു കളഞ്ഞാണ് ഇപ്പം ആ സ്ഥാനത്താണ് ഈ 1 കോടി രൂപ മുടക്കി കെട്ടിടം പണിഞ്ഞിരിക്കുന്നത്. അതായത് 10-20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചെലവാക്കി പുതുക്കിയിട്ട് 5-6 വർഷം ആയപ്പോഴേക്കും അതങ്ങ് പൊളിച്ചു കളഞ്ഞു. ഇതെത്ര വർഷം നിൽക്കേണ്ട കെട്ടിടമാണ്? ഈ 20 ലക്ഷം രൂപ മുടക്കി അത് പുതുക്കി എല്ലാം ചെയ്ത് ബഡ് സ്കൂളിൻ്റെ ആവശ്യത്തിന് വേണ്ടി ചെയ്തതാണ്. ബഡ് സ്കൂൾ കുറച്ച് നാൾ ഇവിടെ നടത്തിയിരുന്നു. അതിനുവേണ്ടി ഇത് പുതുക്കി പണിത കെട്ടിടം പൊളിച്ച് കളഞ്ഞിട്ടാണ് ഈ 1 കോടി രൂപ മുടക്കി ഈ പുതിയ കെട്ടിടം പണിഞ്ഞത്. ഇവിടെ ഇഷ്ടത്തിന് സ്ഥലമുണ്ട്. അത് ഈ ആദ്യകാലത്തെ കെട്ടിടം പൊളിച്ച ഭാഗത്ത് സ്ഥലം കിടപ്പുണ്ട്. അവിടെയൊന്നും കെട്ടിടം പണിയാതെ 4-5 വർഷത്തിന് മുമ്പ് ഈ പുതുക്കിയ ഈ 20 ലക്ഷം രൂപ പുതുക്കിയ ആ കെട്ടിടം പൊളിച്ച് കളഞ്ഞാണ് ഇവിടെ 1 കോടി രൂപയ്ക്ക് കെട്ടിടം പണിഞ്ഞത്. അതിനിപ്പോഴത്തെ സർക്കാരിന് നമ്മൾക്ക് കുറ്റം പറയാൻ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയും കുറ്റം പറയാൻ. ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തു എന്നേ ഉള്ളൂ. ഇത് നേരത്തെ ഇടതു മുന്നണി ഭരിക്കുന്ന സമയത്ത്, ഇടത് സർക്കാരിൻ്റെ സമയത്താണ് ഇതേ രീതിയിൽ ഇങ്ങനെയൊരു അഴിമതി തുടക്കമായത്, തറക്കല്ലിട്ടതും. അതിന് പറയുന്നുണ്ട് ഇവിടുത്തെ ഇന്നലെ അതിൻ്റെ ഉദ്ഘാടന സമയത്ത് പറഞ്ഞതാണ്, ഈ MN ഫൗണ്ടേഷൻ, അതായത് മുൻ മന്ത്രി MN ഗോവിന്ദൻ നായരുടെ കുടുംബത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. അവരുടെ മുൻകൈയിലാണ് ഈ സ്കൂളിൻ്റെ ഈ പുതുക്കി പണിയാൻ വേണ്ടി മന്ത്രിയോട് നിർദ്ദേശം വെച്ചതും അതനുസരിച്ചാണ് മന്ത്രി ഇത് അനുവദിച്ചത്. ഈ മുൻ മന്ത്രി ശിവൻകുട്ടി ആ കുടുംബത്തിൽപ്പെട്ടതാണ്. അങ്ങനെയാണ് ഇതിന് ഇത്രയും പൈസ അനുവദിക്കുന്നതും. തീർച്ചയായിട്ടും പുതിയ കെട്ടിടം പണിയുന്നത് നല്ല കാര്യമാണ്, സ്കൂളിന് നല്ല കെട്ടിടം വേണം. പക്ഷേ അതിൻ്റെ മറവിൽ ഈ നിലവിലുണ്ടായിരുന്ന 10-20 ലക്ഷത്തിന് മുകളിൽ മുടക്കി പുതുക്കി ബലപ്പെടുത്തി നല്ല ഈ ടൈൽസും ഒക്കെ തറയിട്ട് ആധുനികവൽക്കരിച്ച കെട്ടിടം എന്തിനാണ് പൊളിച്ചത് എന്നതാണ് ഇവിടെ നിൽക്കുന്ന പ്രസക്തമായ ചോദ്യം. ഇത് തീർച്ചയായിട്ടും പൊതു ഖജനാവിലെ പണം
പൊതുജനങ്ങളുടെ പണം അത്രയും ദുർവ്യയം ചെയ്യുകയല്ലേ ചെയ്തത്, നശിപ്പിച്ചു കളയുകയല്ലേ ചെയ്തത്. എന്തുകൊണ്ട് അവര് ഇഷ്ടത്തിന് സ്ഥലമുണ്ടായിട്ട് മാറ്റി കെട്ടിടം പണിഞ്ഞില്ല? ഈ പൊളിച്ചു കളഞ്ഞ കെട്ടിടം ഒഴിവാക്കിയിട്ട് എന്തുകൊണ്ട് അവര് പുതിയ കെട്ടിടം പണിഞ്ഞില്ല? തീർച്ചയായിട്ടും ഇതിന് പിന്നിലുള്ള അഴിമതി അന്വേഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിനകത്തിൽ ഇത് പൊളിച്ചു കളഞ്ഞ് പുതിയ കെട്ടിടം പണിയാൻ ആരൊക്കെ ഇതിനകത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ അവരൊക്കെ ഈ അഴിമതിയുടെ ഭാഗമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിനെക്കാട്ടി വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. മങ്ങാരം എനിക്ക് ഈ സ്കൂളുമായിട്ടൊരു വൈകാരികമായ ബന്ധമില്ല. കാരണം ഞാൻ ഇവിടെ പഠിച്ചിട്ടില്ല. എൻ്റെ വീടിന് തൊട്ടടുത്താണെങ്കിലും ഞാൻ ഇവിടെ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് എൻ്റെ പൂർവ്വവിദ്യാലയം എന്നുള്ള ഒരു വൈകാരികമായിട്ടുള്ള ഒരു ബന്ധം എനിക്കില്ല. എൻ്റെ സഹോദരങ്ങൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉൾപ്പെടുന്ന മങ്ങാരം കരയോഗത്തിൻ്റെ സ്ഥലം സൗജന്യമായി കൊടുത്ത്, ഞങ്ങളുടെ കരയോഗത്തിൻ്റെ സ്വത്ത് സൗജന്യമായി കൊടുത്തിട്ട് അവിടെ തുടങ്ങിയ ഒരു സ്കൂൾ എന്നുള്ള ഒരു വൈകാരികമായ ബന്ധം മാത്രമാണ് എനിക്ക് ഈ സ്കൂളുമായിട്ടുള്ളത്. അങ്ങനെ ഒരു ബന്ധമുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ഒരു വിഷമമുണ്ടായൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ കരയോഗം പ്രസിഡന്റ് ഇവിടെ PTA പ്രസിഡന്റ് ആണ്. അദ്ദേഹമായിരുന്നു സ്വാഗത സംഘത്തിൻ്റെ ചെയർമാനും മറ്റും. അദ്ദേഹം ആണ് സ്വാഗത പ്രാസംഗികനും. സാധാരണ ഏതൊരു നാട്ടിലും ഒരു ഇതേപോലുള്ള ഒരു പൊതുസ്ഥാപനം വരുമ്പം അതിനു മുമ്പ് ഇതിന് ആരാണോ അവരെ ഒന്ന് സ്മരിക്കുന്നത് സ്വാഭാവികമായിട്ട് ചെയ്യാറുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മൾ പറയാറുണ്ട്, തിരുവനന്തപുരത്ത് തുമ്പയിലെ വിക്രം സാരാഭായ് VSSC തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നെന്നും ഇതിനു വേണ്ടി ആ പള്ളി അവരവിടുന്ന് പൊളിച്ചു മാറ്റി അവരത് വിട്ടുകൊടുത്തു എന്നൊക്കെ നമ്മൾ ഈ VSSCയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയാറുണ്ട്, അവിടെ തുടക്കത്തിന് കാരണം ഇന്നതൊക്കെയാണെന്നൊക്കെ. പക്ഷേ ഈ സ്വാഗത പ്രാസംഗികൻ പോലും ഈ കരയോഗത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് കൂടി ആ സ്വാഗത പ്രാസംഗികൻ ഈ സ്കൂള് തുടങ്ങാൻ കാരണം എന്താണെന്ന് ഉള്ള കാര്യം പറയാത്തതിലാണ് വളരെയേറെ വിഷമമുണ്ട്. കാരണം ഈ പുതുതലമുറ അറിയണം ഈ സ്കൂൾ എങ്ങനെ തുടങ്ങാമെന്ന്. അതിന് ഈ മങ്ങാരം കരയോഗത്തിൻ്റെ സംഭാവന എന്താണ് എന്നുള്ള കാര്യം പുതുതലമുറയെ അറിയിക്കാൻ ബാധ്യതപ്പെട്ട ആൾ തന്നെ അത് മറച്ചു വെക്കുകയാണ് ചെയ്തത് എന്നുള്ളതിലാണ് വളരെയേറെ സങ്കടം. ഇത് അദ്ദേഹത്തിന് അറിയാത്ത കാര്യമല്ല. അദ്ദേഹം എനിക്ക് തോന്നുന്നു അവരുടെ കുടുംബപരമായി തന്നെ കരയോഗവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പ്രവർത്തിക്കാറില്ലായിരുന്നു. അടുത്ത കാലത്താണ് അവരൊക്കെ കരയോഗത്തിൽ പ്രവർത്തിക്കാൻ വന്നത്. എങ്കിൽ കൂടിയും ഇതിനെക്കുറിച്ച് അറിവില്ലാഴിയല്ല. ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നതിൻ്റെ തലേ ദിവസം ഞാൻ തന്നെ അദ്ദേഹവുമായിട്ട് ഇന്ന ചക്കരക്കുട്ടി മുതലാളിയുടെ അവിടെ ആയിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പുള്ളി നിർത്തിയപ്പോൾ നമ്മുടെ കരയോഗം കൊടുത്തതാണെന്ന് പറഞ്ഞ് ആ ഒരു സംഭവത്തിൽ കരയോഗത്തിൻ്റെ പ്രവർത്തനത്തിന് തന്നെ ദോഷകരമായി ബാധിച്ച കാര്യം സംസാരിച്ചിട്ട് അദ്ദേഹം അത് അറിയാതെ അല്ല അത് പറയാതിരുന്നതെന്നുള്ളത് സ്വാഭാവികം. അതും അദ്ദേഹം ഈ പുതിയ തലമുറ ഇത് അറിയരുത് എന്നുള്ള രീതിയിൽ മറച്ചു വെച്ച് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊരിക്കലും ശരിയല്ല. നമ്മൾ ഏതൊരു ഇതുപോലൊരു സ്ഥാപനത്തിൻ്റെ കാര്യം വന്നാലും അത് വരും തലമുറ അത് അറിഞ്ഞിരിക്കണം. ഈ സ്കൂള് ഇവിടെ തുടങ്ങാൻ കാരണം ഈ കരയോഗത്തിൻ്റെ സംഭാവനയാണ് എന്ന കാര്യം എല്ലാവരും അറിയണം എന്നുള്ളത് മറച്ചു വെച്ച് അദ്ദേഹം ഈ ഒരു പരാമർശം നടത്താതിരുന്നത്, ജനങ്ങളെ അറിയിക്കാതിരുന്നത് വളരെയേറെ ദുഃഖം ഉണ്ടാക്കുന്ന കാര്യം. കാരണം ഈ കരയോഗത്തെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്കത് വിഷമമുണ്ടായി എന്നുള്ളതും പറയാതിരിക്കാൻ കഴിയില്ല. അതൊക്കെയാണ് ഈ മങ്ങാര സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ. ഇതിന് ഇത്രയും പണം ദുർവ്യയം ചെയ്തതിന് ആര് സമാധാനം പറയും? ഇപ്പോഴത്തെ സർക്കാർ ചെയ്യേണ്ടത് ഇതിൻ്റെ പിന്നിലുണ്ടായ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുക, അതിൽ കുറ്റക്കാരൊക്കെ ഉണ്ടോ അവർക്കെതിരെ നടപടികൾ എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ സ്വീകരിക്കേണ്ട നടപടി. അതിനോടൊപ്പം തന്നെ ആ ഒരു കുടുംബം ഇതിനെ അങ്ങ് ഹൈജാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അന്ന് ഈ സ്കൂൾ നിർത്തുന്ന സമയത്ത് സ്കൂൾ തുടങ്ങാൻ എന്തുകൊണ്ട് ഈ MNന്റെ കുടുംബക്കാർ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തില്ല? അവർക്ക് അതിനുള്ള ആസ്തിയൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെയായിരുന്നു. എന്നിട്ട് ഇതിനു വേണ്ടി
ഒരല്പം പോലും ഇത് പിന്നെ സഹായം ചെയ്യാതെ ഇപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങ് ഏറ്റെടുക്കുന്നു. മങ്ങാരം കരയോഗം സ്ഥലം കൊടുത്ത് സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞപ്പം അവര് ഇതങ്ങ് ഏറ്റെടുത്തിട്ട് അവരുടെ എന്തൊക്കെയോ കാര്യം കൊണ്ടാണ് നടക്കുന്നത്. ആ കുടുംബത്തിലെ ഒരാൾ ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ട് കുറേ നാൾ ഉണ്ടായിരുന്നു. ആ ആൾ ഈ സ്കൂളിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയൊക്കെ ജില്ലാ പഞ്ചായത്ത് അംഗമാണോ ഗ്രാമപഞ്ചായത്ത് അംഗമാണോ എന്നുള്ളത് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. അതുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന് തന്നെ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഞാൻ ശരിക്ക് ഓർക്കുന്നില്ല. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പിന്നോട്ട് ആലോചിക്കാൻ പെട്ടെന്ന് വീഡിയോ ചെയ്യുകയായതുകൊണ്ട് ഞാൻ അതിൻ്റെ കൺഫേം ആയിട്ട് ഞാൻ പിന്നീട് പറയാം എന്ന് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പരിപാടി നടത്തിയപ്പം, അതായത് ഈ പൊളിച്ചു പണിഞ്ഞത്, ഇതിൻ്റെ പിന്നിലെ അഴിമതിയെക്കുറിച്ച് പുതിയ സർക്കാർ അന്വേഷിക്കണം. അത് അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തണം. എന്തിനിത് പൊളിച്ചു കളഞ്ഞു, എന്തിന് പൊതു ഖജനാവിൽ നിന്ന് ഈ പണം നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതിന് ഇതിന് മുൻകൈ എടുത്തവരെ കൊണ്ട് സമാധാനം പറയിക്കാനും ഈ സർക്കാർ തയ്യാറാകണം. ആത്മാർത്ഥതയുള്ള സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, മുൻ സർക്കാർ പല തൂർത്തും അഴിമതിയും കാണിച്ചിട്ടുണ്ട്. അവരെ ഇത് അറിയാം. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന സർക്കാർ ഇതേപോലുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത്. അവർ സാമ്പത്തിക ലാഭം, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് പണം ഉണ്ടാക്കണമെന്നുള്ള നിലയ്ക്കായിരുന്നു പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഈ സ്കൂള് ഈ ഒരു 5-6 വർഷം പോലും ആകുന്നതിന് മുമ്പ് എന്തുകൊണ്ടിത് പൊളിച്ച് കളഞ്ഞ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു അന്വേഷണം തന്നെ നടത്തി ഈ കുറ്റക്കാരായവർക്കെതിരെ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. അല്ലാതെ ഉദ്ഘാടനം ചെയ്ത് നല്ല കാര്യം, കുട്ടികൾക്ക് നല്ല സൗകര്യം ഒരുക്കി കൊടുത്ത നല്ല കാര്യം. പക്ഷേ ഇതുകൂടി സർക്കാർ അന്വേഷിക്കണം എന്നുള്ളതാണ് ഞാൻ ഈ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. ഇവിടുത്തെ ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യം തന്നെയാണത്. കാരണം ഈ ജനങ്ങളുടെ പണമാണല്ലോ ഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്നത്. ജനങ്ങളുടെ നികുതി പണമാണല്ലോ. അവർക്ക് പല കാര്യത്തിൽ വിനിയോഗിക്കേണ്ട പണമാണല്ലോ അത്. എന്തിന് ഈ ഇത്ര 20 ലക്ഷത്തിന് മേളിൽ ഇത് ഇങ്ങനെ പാഴിക്കളഞ്ഞു? അത് ഈ പന്തളം നഗരസഭയിൽപ്പെട്ട വിവിധ ദൈന്യത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ചിലവഴിക്കാവുന്ന പണമല്ലേ ആയിരുന്നല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെതിരെ ഒരു അന്വേഷണം ഉണ്ടാകണം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. അതുതന്നെയാണ് പന്തളത്തെ ജനങ്ങളുടെ പൊതുവെയുള്ള ആവശ്യം എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇത് അന്ധമായി ഈ രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ച്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരുടെ സമയത്താണ് ഇത് ചെയ്തത് എന്നതുകൊണ്ട് അന്ധമായി രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ച കമ്മ്യൂണിസ്റ്റുകാർ ഇതിനെ എതിർക്കും. അവരത് അനുകൂലിക്കത്തില്ല എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാം. പക്ഷെ എന്നാലും ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് മനോഭാവമുള്ള ഒരാളുടെ ചിന്താഗതി ഇത് തന്നെയായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഗവൺമെൻറ് ഇത് ഗൗരവതരമായി എടുത്തിട്ട് ഇത് അന്വേഷണം നടത്തി ഇതിനകത്തിലെ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം. ഖജനാവിൻ്റെ പൊതുജനങ്ങളുടെ ഇത്രയും പണം നശിപ്പിച്ച് കളഞ്ഞതിന് ഇവരെ കൊണ്ട് സമാധാനം പറയിക്കണം. അവിടെ സ്ഥല സൗകര്യം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇവിടെ വേറെ കെട്ടിടം പണിയാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് എന്ന് പറയും. പക്ഷേ ഇത് ഈ 20 ലക്ഷത്തിന് മേളിൽ പാഴിക്കളയാതെ ആ കെട്ടിടം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവിടെ പണിയാനുള്ള സൗകര്യം ഉണ്ടായിട്ട് കൂടി അത് വിനിയോഗിക്കാതിരുന്നതിനെതിരെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്, അന്വേഷിക്കേണ്ടത്, നടപടികൾ സ്വീകരിക്കേണ്ടത്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ ഒന്ന് ഷെയർ ചെയ്ത് കൂടുതൽ ആളുകളിൽ എത്തിക്കാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതിൽ വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക.